വാർത്തകളിലേക്ക് വീണ്ടും. പുതുവർഷ പിറവി ആഘോഷിക്കാനെന്ന പേരിൽ റിസോർട്ടുകൾ, ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടക്കുന്നത് തടയാൻ പോലീസ് നടപടി ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി കുമളി തേക്കടി മേഖലയിലെ ഹോട്ടൽ റിസോർട്ടുകളുടെ സംഘടനയായ TDPCയുടെയും പോലീസിൻ്റെയും സംയുക്ത യോഗം ചേർന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ക്രിസ്തുമസ്, പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ലഹരി പാർട്ടി നടന്നത് വൻ വിവാദമായതോടെയാണ് ഈ വർഷവും പോലീസ് കടുത്ത ജാഗ്രതയിലേക്ക് നീങ്ങിയത്. ഇതിന്റെ ഭാഗമായി കുമളി തേക്കടി മേഖലയിലെ ഹോട്ടൽ റിസോർട്ടുകളുടെ സംഘടനയായ TDPCയുടെയും പോലീസിന്റെയും സംയുക്ത യോഗം ചേർന്നു. ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് സംശയം തോന്നുന്ന സംഘങ്ങൾ ഹോട്ടലുകളിൽ മുറികൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിക്കാനും ഇതനുസരിച്ച് അവരുടെ വിലാസത്തിൽ നേരിട്ടെത്തി അന്വേഷിക്കാനുമാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കളും നിരോധിത ഉൽപ്പന്നങ്ങളും കണ്ടെത്തുന്നതിന് പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പരിശോധന നടത്തുമെന്ന് കുമളി CI ജോബിൻ ആന്റണി പറഞ്ഞു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൂടി സഹായത്തോടുകൂടി കർശന പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചു. അതിനോടനുബന്ധിച്ച് ഇന്ന് കുമളിയിലും പരിസരത്തുമുള്ള റിസോർട്ട് ഉടമകളുമായി ഒരു പ്രത്യേക മീറ്റിംഗ് ചേരുകയുണ്ടായി. അതിൽ ഇത്തരത്തിൽ വരുന്ന സംശയകരമായ ബുക്കിങ്ങുകളെല്ലാം പോലീസിന്റെ സഹായത്തോടുകൂടി നിരീക്ഷിക്കുന്നതിനും ഒരു ലഹരി പാർട്ടി ഈ വർഷം പുതുവർഷത്തോടനുബന്ധിച്ചും ക്രിസ്മസിനോടനുബന്ധിച്ചും കുമളിയിലും പരിസരത്തും നടക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. സംശയകരമായി തോന്നുന്ന കാര്യങ്ങൾ ഉടൻ പോലീസിനെ അറിയിക്കാൻ ഹോട്ടൽ ഉടമകളുടെയും പോലീസിന്റെയും സംയുക്ത വാട്സാപ്പ് ഗ്രൂപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. ബുക്കിങ്ങുകൾ മുൻകൂട്ടി നിരീക്ഷിച്ച രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കർശന പരിശോധന നടത്തി ലഹരി ഉപയോഗം പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയാനാണ് പോലീസിന്റെ തീരുമാനം. കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ജോബിൻ ആന്റണി വിളിച്ചു ചേർത്ത യോഗത്തിൽ TDPC പ്രസിഡന്റ് DD പുന്നൻ, സെക്രട്ടറി ഗിരീഷ് കുമാർ, സംഘടനാംഗങ്ങൾ, റിസോർട്ട് ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി.